ഒരിക്കലും അസ്തമിക്കാത്ത ഒരു സൂര്യനാണ്, അല്ലെങ്കിൽ ഒരിക്കലും പറ്റാത്തൊരു മഹാസാഗരമാണ്. സാഹിത്യത്തിന്റെ ഒരു വലിയ സാഗരം തന്നെ നമുക്ക് മുന്നിൽ അവശേഷിപ്പിച്ചാണ് കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും ലോകമുള്ളിടത്തോളം കാലം, മനുഷ്യരുള്ളിടത്തോളം കാലം അക്ഷരങ്ങളുടെ ലോകത്ത് MT ഉണ്ടാകും. അനശ്വരനായി തന്നെ MT തുടരുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. നമുക്കിപ്പം ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, MTയുടെ വീട്ടിലേക്ക് ധാരാളം ആളുകളാണ് ഒഴുകിയെത്തുന്നത് അദ്ദേഹത്തെ കാണാനായിട്ട്. 4 മണിക്കാണ് ഇന്ന് അദ്ദേഹത്തിന്റെ സംസ്കാരം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? തീർച്ചയായും MTക്ക് ഏറെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകളോളം MTയുടെ സാഹിത്യ ലോകം, അദ്ദേഹത്തിൻ്റെ ജീവിച്ച മണ്ണ് കോഴിക്കോട്, നമുക്കറിയാം കൂടല്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പലപ്പോഴായി എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നു, അതിനുശേഷം പിന്നീട് സാഹിത്യ ചർച്ചകളുമായി പുറത്ത് ഇടപെടുന്നു. കോഴിക്കോടിൻ്റെ തെരുവീതികളിലൂടെ അദ്ദേഹം നടക്കുന്നു. മിഠായി തെരുവിലും കോഴിക്കോട് ബീച്ചിലും മാനാഞ്ചിറയിലും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അതിനുശേഷം പിന്നീട് പല ഹോട്ടലുകളിലും, കോഴിക്കോട്ടെ ചിരപരിചിതമായ പല ഹോട്ടലുകളും ചായ കുടിച്ച് പിരിയുന്ന ആ അനുഭവം, ആ കഥകൾ, അങ്ങനെയുള്ള നിരവധിയായ സാധാരണ മനുഷ്യരുമായി, കോഴിക്കോട്ടെ സാധാരണ മനുഷ്യരുമായുള്ള അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്തുള്ള വലിയ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം വീണ്ടും കൂടുതൽ ഗൗരവമുള്ള എഴുത്തിലേക്ക് പോവുകയും, അദ്ദേഹം നമുക്കറിയാം എഴുത്തിൽ അദ്ദേഹം വലിയ മനുഷ്യരുടെ വിവിധങ്ങളായ തലങ്ങളിലൂടെ സഞ്ചരിച്ച്, ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ പോയി യാത്ര ചെയ്തുള്ള കഥാപാത്രങ്ങൾ നമുക്ക് അനുഭവഭേദ്യമാക്കി തന്നാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു ആൾക്കൂട്ടത്തെ വലിയ തോതിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആൾക്കൂട്ടത്തിൽ അഭിരമിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നില്ല, ഒരു വ്യക്തി ആയിരുന്നില്ല MT എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ പതുക്കെ മാറി നിന്ന് മനുഷ്യരുടെ മനസ്സുകളിൽ വ്യാപരിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. അതിലെ ചിന്തകളെ, അവരുടെ സങ്കീർണതകളെ എഴുത്തിലേക്ക് പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചൊരു എഴുത്തുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിൽ അഭിരമിക്കുന്ന ആളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അദ്ദേഹത്തെ എൻ്റെ ജീവിതം പോലെ തന്നെ മരണവും ആ രീതിയിൽ വലിയൊരു ആഘോഷമായോ അല്ലെങ്കിൽ ഒരു പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാൻ അദ്ദേഹം വളരെ തൻ്റെ ഇടത്തോടുകൂടി തീരുമാനിക്കുകയും അങ്ങനെ തൻ്റെ ജീവിതം പോലെ തന്നെ എല്ലാ കാര്യത്തിലും തന്റേതായ കാഴ്ചപ്പാടുകളും നിലപാടുകളും വെച്ച് പുലർത്തിയ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു MT വാസുദേവൻ നായർ എന്ന വ്യക്തിത്വം. അതുകൊണ്ട് തന്നെയാണ് നമ്മളെയൊക്കെ അദ്ദേഹത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നതും എഴുത്തുകളിലൂടെയും വ്യക്തിപ്രഭാവത്തിലൂടെയും ഒക്കെ നമ്മളെ MT ഏറെ പ്രിയപ്പെട്ടതാക്കുന്നത് അതൊക്കെ തന്നെയാണ്. മുത്തി, അദ്ദേഹത്തിന്റെ ഓരോ കഥകളും, അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എഴുത്തുകളിലെല്ലാം കുടുംബ ബന്ധങ്ങളുടെ കഥകൾ, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം, അതിൻ്റെ വളരെ നേർത്ത നൂലുകൾ വരെ മനുഷ്യന് പരിചയപ്പെടുത്തി തരുന്ന എഴുത്തുകൾ പല സിനിമകളിലൂടെ, തിരക്കഥകളിലൂടെയും ഒക്കെ മലയാളിയുടെ മനസ്സിലത് എല്ലാ കാലവും നിൽക്കുമെന്നതാണ്. മനസ്സിൻ്റെ ഒരു കോണിൽ സൂക്ഷിച്ചു വെക്കുന്ന കഥാപാത്രങ്ങളിൽ എപ്പോഴും MTയുടെ കഥാപാത്രങ്ങളുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ MT എന്ന സൂര്യൻ അസ്തമിക്കുന്നേയില്ല. അതങ്ങനെ മലയാളിയുടെ മനസ്സിൽ എല്ലാ കാലവും ഉദിച്ചു നിൽക്കും പ്രഭയോടെ.